ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ ഗുലാം ജാമിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ ആച്ചിയുടെ തന്നെ പാക്കറ്റ് മിക്സാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അത് പാൽ കൂടെ ഒഴിച്ച് വെള്ളം വെച്ചിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ബോൾസാക്കി എടുക്കാം. അപ്പോൾ അത് എടുത്തിട്ട് ഇപ്പോൾ ഞാൻ ഷുഗർ സിറപ്പാണ് അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കിത് അബദ്ധം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ബോൾസാക്കിയത് ഇച്ചിരി വലുതായിപ്പോയി. അപ്പോൾ അത് അത്രയും വലുതായപ്പോഴത്തേക്കും ഉള്ളുകൊണ്ട് വേവാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഇതിനു മുന്നേ ഞാൻ മുമ്പ് 1-2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, പക്ഷേ വർഷങ്ങളായി ചെയ്തിട്ട്. ഇപ്പോൾ ചെയ്തു തുടങ്ങിയപ്പോൾ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക്. ഞാൻ യൂട്യൂബ് അങ്ങനെ ഒന്നും നോക്കാണ്ട് അങ്ങ് പെട്ടെന്ന് ചെയ്തു. മക്കൾ ട്യൂഷന് പോയി വരണേനകത്ത് ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് കരുതി ചെയ്തതാണ്. പക്ഷേ അത് എനിക്ക് അമളിയായിപ്പോയി. ഇത് ഇങ്ങനെ ബോൾസ് ആക്കി വെച്ചിരുന്നതിന് ഞാൻ പിന്നെ നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. വെളിച്ചെണ്ണയിലൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ഇട്ടൊന്ന് പൊരിച്ചെടുക്കുമായിരുന്നു. പക്ഷേ സംഭവം വലിയ ബോൾസും ആയിപ്പോയി. അത് പൊരിച്ച് വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടെ സൈസ് വലിപ്പമായി. അപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചത്, അയ്യോ കുഞ്ഞാക്കിയാണല്ലോ ഇടേണ്ടതെന്ന്. പക്ഷെ ഇങ്ങനെയായി ഇതായിട്ട് വന്നെങ്കിലും ഉള്ളു വെന്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഷുഗർ സിറപ്പിലിട്ടിട്ട് ഷുഗർ സിറപ്പും ഫുള്ളും കുടിച്ച് ഷുഗർ സിറപ്പേ ഇല്ലാത്ത രീതിയിൽ ഫുള്ള് അതിങ്ങനെ ഉള്ളിലോട്ട് എടുത്തിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ കഴിക്കാനായിട്ട് എടുത്തപ്പോൾ ടേസ്റ്റും വ്യത്യാസം. അങ്ങനെ പിന്നെ ഞങ്ങളത് വേസ്റ്റിൽ കളയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം ഇനി ആർക്കും പറ്റാതിരിക്കട്ടെ. അപ്പോൾ ഇനി ചെയ്യുന്നവർ ചെറിയ ബോൾസാക്കി ഇട്ട് വേണം പൊരിച്ചെടുക്കാൻ. അപ്പോൾ എനിക്ക് ഇന്ന് അത് അബദ്ധം ആയിപ്പോയൊരു വീഡിയോ ആയിപ്പോയി. പിന്നെ ഇതിങ്ങനെ അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞ് എടുത്ത് വെച്ചിരുന്നത് കൊണ്ട് ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്തതേ ഉള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, കുക്കിങ്ങൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിലും എനിക്ക് പറ്റിയൊരു അബദ്ധം ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതെല്ലാം പൊരിച്ച് കോരി വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പ് തണുത്ത് വരുമ്പോഴത്തേക്കും തന്നെ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ കഷ്ടപ്പെട്ട് പൊരിച്ചെടുത്ത് എല്ലാം ഇങ്ങനെ കോരി മാറ്റിയൊക്കെ വെച്ചിട്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. മക്കൾ വരുമ്പോൾ അവർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതായിരുന്നു. പക്ഷെ അത് കുട്ടികൾക്ക് തന്നെ ഇഷ്ടപ്പെടാണ്ട് കളയേണ്ട അവസ്ഥയാണ് വന്നത്. ഇതിനു മുന്നേ ഞാൻ ബ്രെഡ് വെച്ച് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രെഡും പാൽപ്പൊടിയൊക്കെ വെച്ചിട്ട് അപ്പോഴൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. ഞാൻ ചെയ്ത് നന്നായിട്ടിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ പോലെ ഒരു ടേസ്റ്റായിരുന്നു. പക്ഷേ ഇത് പറ്റിയില്ല. ആച്ചിയുടെ തന്നെ ഈ പാക്കറ്റ് മിക്സ് ഞാൻ വാങ്ങിച്ച് കുറച്ച് നാളായിട്ടുണ്ട്. അപ്പോഴും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു കേട്ടോ, ചെറുതായിട്ട് തന്നെ ബോൾസ് പിടിക്കണം എന്നൊക്കെ. പക്ഷേ ഇത് ഇച്ചിരി വലുതായിപ്പോയി, അതാണ് പ്രശ്നമായത്. അപ്പോൾ ചെയ്യുന്നവർ ഇനി അങ്ങനെ ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ. സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും മതിയാവും. വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരുന്നാൽ മതി. അപ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ സ്മെല്ല് വരും. എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനിങ്ങനെ പൊരിച്ചെടുക്കുമായിരുന്നു. ആദ്യം ഒരു ഇതിട്ട് പൊരിച്ചെടുത്തു, അടുത്ത രണ്ടാമത്തതും അതുപോലെ. കുറേ നാളായി വാങ്ങി വെച്ചിട്ട് തന്നെ ഞാൻ വിചാരിക്കും വെക്കാം എന്നിങ്ങനെ പറഞ്ഞ് ഇരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ അത് പറ്റാണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ തന്നെ എല്ലാം പൊരിച്ച് കോരിയെടുത്ത്. ഒത്തിരിയും ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാം വേസ്റ്റിൽ പോയപ്പോൾ ഒരു സങ്കടമായിപ്പോയി. ഞാൻ കരുതിയത് ഇതെല്ലാം ചെയ്തെടുത്തിട്ട് എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലുമൊക്കെ ആയിട്ട് എല്ലാവർക്കും കൊടുത്ത് കഴിക്കാമെന്ന് കരുതി ചെയ്തതായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് പോലും ഇത് ഉപയോഗിക്കാൻ പറ്റാണ്ട് വേസ്റ്റിൽ ഇടേണ്ട ഒരു അവസ്ഥയായിപ്പോയി. ആഹാരം വേസ്റ്റാക്കി കളയണത് പാവമില്ലേ, നമ്മൾ എത്രയോ പേര് ആഹാരം കിട്ടാണ്ടൊക്കെ കിടക്കണം. പക്ഷെ ആ ഒരു വിഷമമായിപ്പോൾ എനിക്ക് എല്ലാം കളയേണ്ടി വന്നതിൽ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയിട്ട് സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.